ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇതിലെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കൂടി ആദ്യം നമുക്ക് കടന്നു പോകാം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ ഭാഗത്ത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മിലും ഉണ്ടാകണമെന്ന് പറയുന്നു. ഇതിൽ ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1. സേവനത്തിന്റെ ഭാവം, സർവീസ്. മർക്കോസ് 10-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകേണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനത്രേ വന്നത്. യേശു കാണിച്ച സേവനങ്ങൾ നമുക്ക് 4 സുവിശേഷങ്ങളിലും കാണാൻ സാധിക്കും. അതിൽ ചിലത് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ദാസന്റെ വേല ചെയ്തു. സമൂഹത്തിൽ തള്ളപ്പെട്ടവരെയും കുഷ്ഠം ബാധിച്ചവരെയും പക്ഷവാതം ബാധിച്ചവരെയും കരുതുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇത് ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഒരു ചോദ്യം ഉന്നയിച്ചേക്കാം: എല്ലാവർക്കും ദാസനാകുവാൻ സാധിക്കുമോ? ദാസനാവാൻ ആർക്കും സാധിക്കും. അതിൽ സമ്പന്നത, ദാരിദ്ര്യം, വിദ്യാഭ്യാസം ഇല്ലായ്മ ഇവയൊന്നും ശുശ്രൂഷ ചെയ്യുവാൻ തടസ്സമാവുന്നില്ല. ഈ ഏറ്റവും ചെറിയവരിൽ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന വേദപുസ്തക വാക്യത്തിൽ നിന്നും സേവന മനോഭാവത്തെ ചൂണ്ടിക്കാട്ടുന്നു. 2-ാമത്തെ ഭാവം, താഴ്മയുടെ ഭാവം, ഹ്യൂമിലിറ്റി. സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിക്ക് താഴ്ന്ന ഒരു വ്യക്തിയുടെ ലെവലിലേക്ക് ഇറങ്ങി വരുവാൻ എളുപ്പമല്ല. അത് അവരുടെ സ്റ്റാറ്റസിന് തന്നെ കുറവാണ്. പക്ഷേ ഉയരത്തിൽ നിന്നും ദൈവിക രൂപം വിട്ട് മനുഷ്യനായി താണിറങ്ങി വന്ന യേശു ക്രിസ്തുവിൽ താഴ്മയുടെ ഭാവം നമുക്ക് ദർശിക്കാനാവും. ഫിലിപ്പിയർ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. യേശുവിന്റെ ജനനം മുതൽ താഴ്മയുടെ വിവിധ സന്ദർഭങ്ങൾ നമുക്ക് ദർശിക്കാം. 1. അധികം സുരക്ഷിതമല്ലാത്ത പുൽക്കൂട്ടിലെ യേശുവിന്റെ ജനനം. 2. യേശുവിനെ ആദ്യം ദർശിക്കാൻ വന്ന സാധാരണക്കാരായ ആട്ടിടയന്മാർ. 3. യേശു തെരഞ്ഞെടുത്ത സാധാരണക്കാരായ ശിഷ്യന്മാർ. ആരെയും യേശു തള്ളി നിർത്തുന്നില്ല. താഴ്ന്ന ഇടങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലൂടെയും താഴ്ന്ന തൊഴിൽ മേഖലയിലുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിലൂടെയും താഴ്മയും എളിമയും വെളിപ്പെടുന്നു. 3-ാമത്തെ ഭാവം, അനുസരണയുടെ ഭാവം, ഒബീഡിയൻസ്. യേശു ക്രിസ്തു താഴ്മയോടെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ലൂക്കോസ് 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അനുസരണയുടെ ഭാവം എന്നത് ദൈവശബ്ദം കേൾക്കുക, ദൈവഹിതം മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ശമൂവേൽ ബാലൻ ദൈവശബ്ദം കേൾക്കുകയും അത് തിരിച്ചറിയുന്നത് ഏലി പുരോഹിതന്റെ സഹായത്തോടു കൂടിയാണെങ്കിലും തിരിച്ചറിഞ്ഞതിന് ശേഷം ദൈവഹിതം അനുസരിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി തുടർന്നുള്ള വാക്യങ്ങളിൽ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ റിവാർഡിനെ പറ്റിയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം നൽകി. റിവാർഡ് എല്ലാവർക്കും ഒരുപോലെയാവണമെന്നില്ല. പലർക്കും പലതാവാം, പല സമയത്താവാം, പല സ്ഥലത്താവാം. ചിലപ്പോൾ ഭൗതിക അനുഗ്രഹങ്ങളാവാം, ചിലപ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങളാവാം. നോഹ ദൈവത്തെ അനുസരിച്ചു,
പെട്ടകം പണിതു. അത് നോഹയുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അതായിരുന്നു നോഹയ്ക്ക് ലഭിച്ച റിവാർഡ്. മറ്റുള്ളവരുടെ നിലയും വിലയും നോക്കാതെ കരുതുന്നവരാണോ നാം? മറ്റുള്ളവരോട് നാം ക്ഷമിക്കാറുണ്ടോ? സേവനം ചെയ്യുവാൻ നമുക്ക് മനസ്സ് തോന്നാറുണ്ടോ? പ്രതിഫലം ആഗ്രഹിക്കാതെ നാം ശുശ്രൂഷ ചെയ്യുന്നവരാണോ? ഇവ ചിന്തിക്കുക. ജീവിതത്തിൽ താഴ്മയും അനുസരണയും സേവന മനോഭാവവും ഉള്ളവരായി ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളും പുതുവത്സര ആശംസകളും നേരുന്നു. നന്ദി.